ആലുവയിൽ ഇൻഫ്ലുവൻസർമാരുടെ ഗുണ്ടായിസം. ഊബർ ഡ്രൈവർമാരെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി. ഇൻഫ്ലുവൻസർമാരായ ഫാസ്മിനിക്കും മേൻസിനെതിരെയാണ് പരാതി. കോഴിക്കോട് സ്വദേശിയായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി വിവസ്ത്രനാക്കി മർദ്ദിച്ച് ദൃശ്യങ്ങൾ പകർത്തി. ഇതാണ് പരാതി. എന്നോട് എനിക്ക് ആദ്യമേ പറയാനുള്ളത്, നിങ്ങളൊരു കാര്യം അതായത് നിങ്ങൾക്ക് ന്യൂസിലോ കണ്ടന്റിലോ ക്ഷാമം ഉണ്ടെങ്കിൽ വെറുതെ ഒരാളുടെ തലയിലോട്ട് എടുത്തല്ല ന്യൂസ് ഇടുക. കാര്യം അന്വേഷിക്കുക, അന്വേഷിച്ചിട്ട് മാത്രമാണ് ന്യൂസ് ഇടുന്നത്. അങ്ങനെയാണ് ചെയ്തത്. അല്ലാണ്ട് ആരെങ്കിലും വന്ന് പൈസ തന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടോ വെറുതെ ഒരു ആളെ അപമാനിക്കാൻ നിൽക്കരുത്. അയ്യേ, ഞാൻ തല്ലിന്നോ? എനിക്കറിയില്ല, ഞാൻ ഈ സംഭവം അറിഞ്ഞിട്ടില്ല. സഫ മെഹനാസ് ഫസ്മിന ഈ ഒരു യൂണിവേഴ്സ് കുടുംബ പ്രശ്നത്തിൽ തുടങ്ങി അവിഹിതത്തിലെത്തി അതിപ്പം ഗുണ്ടായിസത്തിൽ അവസാനിച്ചിട്ടുണ്ട്. ഇൻഫ്ലുവൻസർമാരുടെ ഗുണ്ടായിസം. ഊബർ ഡ്രൈവർമാരെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി. ഇൻഫ്ലുവൻസർമാരായ ഫാസ്മിനിക്കും മേൻസിനുമെതിരെയാണ് പരാതി. കോഴിക്കോട് സ്വദേശിയായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി വിവസ്ത്രനാക്കി മർദ്ദിച്ച് ദൃശ്യങ്ങൾ പകർത്തി. ഇതാണ് പരാതി. റാഫി കരീം നമുക്കൊപ്പം ചേരുന്നു. സുപ്രഭാതം റാഫി കരീം, എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് റാഫി? തീർച്ചയായും റീച്ചും എല്ലാം കഴിഞ്ഞിപ്പോൾ വിഷയം പോലീസ് കേസിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇൻഫ്ലുവൻസർമാരായ വലിയ ആരാധകരുള്ള മെഹനാസും ഒപ്പം തന്നെ ഫസ്മിനയുമാണ് ഇപ്പോൾ കേസിൽ പ്രതികളായിരിക്കുന്നത്. ഇവരടങ്ങുന്ന ഒരു സംഘം, അവർ 6 പേർ ചേർന്ന് ഊബർ ഡ്രൈവറായ കോഴിക്കോട് സ്വദേശി. യൂബർ ഡ്രൈവർമാരാണോ അല്ലെങ്കിൽ യൂബർ ഡ്രൈവറാണോ? നിങ്ങൾ ആദ്യം ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കണം. ഈ സുജയ പറയുന്ന ഡ്രൈവർമാർ, ഇപ്പൊ റിപ്പോർട്ട് പറയുന്ന അയാള് പറയുന്ന ഡ്രൈവർ, നിങ്ങൾക്ക് തന്നെ ഒരു സ്ഥിരത ഇല്ല അല്ലേ? രണ്ടുപേരും രണ്ടാണല്ലോ പറയുന്നേ. നിങ്ങള് സെയിം ന്യൂസ് തന്നെയല്ലേ പറയുന്നേ? അപ്പം ഏതെങ്കിലും ഒന്നിലൊക്കെ ഉറച്ചു നിൽക്കണ്ടേ? കോഴിക്കോട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന പരാതി. ഈ സംഭവം നടക്കുന്നത് 2-ാം തീയതി പുലർച്ചെയാണ്. 2-ാം തീയതി പുലർച്ചെ ഈ മെഹനാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ മുൻ ഭാര്യയുടെ ഉടമസ്ഥതയിൽ. മുൻ ഭാര്യ എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് ഇവര് ഡിവോഴ്സായി? അതറിഞ്ഞിട്ടില്ല കേട്ടോ. ഇവര് ഡിവോഴ്സ് ആയെന്നുള്ളത് രണ്ട് രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറയാം. ഈ ഡിവോഴ്സ് ഒക്കെ മേടിച്ചോ മുൻ ഭാര്യ എന്ന് പറയാൻ? വാഹനമായിരുന്നു യൂബർ ഡ്രൈവർ ഓടിക്കുന്നത്. ഈ വാഹനം തിരികെ നൽകുന്നതിന് വേണ്ടി എത്തിയപ്പോഴായിരുന്നു മെഹനാസിന്റെയും ഒപ്പം തന്നെ ഫസ്മിനയുടെ നേതൃത്വത്തിലുള്ള സംഘം റോഡിൽ തടഞ്ഞു നിർത്തി ഈ കോഴിക്കോട് സ്വദേശിയായ ഊബർ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചത്. ഈ മർദ്ദനത്തിന് ശേഷം ഫസ്മിനയുടെ ഭർത്താവിന് അവിഹിത ബന്ധമുണ്ട് എന്ന് വീഡിയോ ചിത്രീകരിക്കണം എന്ന് പറഞ്ഞു. അത് വീഡിയോയിൽ പറയണമെന്ന് പറഞ്ഞു. ഇത് നിഷേധിച്ചപ്പോഴായിരുന്നു കമ്പിവടി അടക്കം ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചത്. ഈ മർദ്ദനത്തിന് പിന്നാലെ ഇയാളെ വിവസ്ത്രനാക്കി വീഡിയോ ചിത്രീകരിച്ചു. ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ആലുവ പോലീസിൽ പരാതി നൽകുന്നത്. ആലുവ പോലീസ് ജാമ്യമില്ലാത്ത വകുപ്പാണ് യൂട്യൂബർമാർക്കെതിരെ അടക്കം ചുമത്തിയിരിക്കുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ചെറിയ കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടിട്ട് നമ്മുടെ ന്യൂസ് ചാനൽസിനൊക്കെ ഭയങ്കര കഴിവാ. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, പണ്ട് മുതലേ ഉള്ള കാര്യമാണല്ലോ. പ്രത്യേകിച്ച് ഇപ്പൊ യുദ്ധം നടക്കുന്നുണ്ട്. അവിടെ അങ്ങനെ സംഭവിച്ചു, ഇവിടെ ഇങ്ങനെ സംഭവിച്ചു. എന്തായിരുന്നു, ഏതോ ഒരു പെണ്ണുമ്പള ഇരുന്നിട്ട് 2 മണിക്കൂർ നിർണായകം എന്നൊക്കെ പറഞ്ഞ് ഒച്ചപ്പാടും ബഹളമൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. എന്തോ അവര് മറ്റേ നമ്മുടെ ഇലക്ഷൻ വോട്ടിംഗ് എങ്ങാണ്ട് വായിക്കുന്ന പോലെയാണ് യുദ്ധത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. നിങ്ങളെല്ലാരും കണ്ടെന്ന് വിചാരിക്കുന്നു. ബിഗ് ടിവി എന്ന് പറയുന്ന ചാനലില് എനിക്കെതിരെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ഞാൻ കമ്പിപ്പാര വെച്ച് നഗ്നമായിട്ട് നിർത്തി ഊബർ ഡ്രൈവറിനെ തല്ലിയെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് പുതിയതായിട്ട് തുടങ്ങിയ ഒരു ചാനലാണ്. ഈ ചാനലിനോട് എനിക്ക് ആദ്യമേ പറയാനുള്ളത്, നിങ്ങളൊരു കാര്യം അറിയേണ്ടത്, നിങ്ങൾക്ക് ന്യൂസിനോ കണ്ടന്റിനോ ക്ഷാമം ഉണ്ടെങ്കിൽ വെറുതെ ഒരാളുടെ തലയിലോട്ട് എടുത്തല്ല ന്യൂസ് ഇടുക. കാര്യം അന്വേഷിക്കുക, അന്വേഷിച്ചിട്ട് മാത്രമാണ് ന്യൂസ് ഇടേണ്ടത്. അങ്ങനെയാണ് ചെയ്തത്. അല്ലാണ്ട് ആരെങ്കിലും വന്ന് പൈസ തന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടോ വെറുതെ ഒരു ആളെ അപമാനിക്കാൻ നിൽക്കരുത്. എന്റെ ഫേസ് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ തെളിയിക്കണം. കാരണം ഞാൻ നഗ്നമായിട്ട് നിർത്തിയത് നിങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തതിന്റെ എന്തെങ്കിലും ഒരു പ്രൂഫ് നിങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ അത് നല്ല രീതിയിൽ പ്രശ്നമാവും. ബിക്കോസ് ഞാൻ എന്തായാലും ഒരു കേസിന്റെ രീതിയിൽ മൂവ് ചെയ്യും. ഈ ചാനലിനെതിരെ, ഈ ബിഗ് ടിവി എന്ന് പറഞ്ഞ ചാനലിനെതിരെ ഞാൻ എന്തായാലും മൂവ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇത് പരാതി എന്നുള്ള സംഭവം ഞാൻ ആലുവ സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പരാതി പോലും അവിടെ പോയിട്ടില്ല. അപ്പൊ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത്ര ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇങ്ങനെ ഇരുന്ന് ഡ്രാമ കളിച്ച് ന്യൂസ് ഇറക്കുന്നത്? ഇതൊരു സ്ക്രിപ്റ്റ് ആണോ? എനിക്ക് ചോദിക്കാനായിട്ട് ഏത് തരത്തിലുള്ള ലെവലിലോട്ടാണ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ എന്തായാലും ബിഗ് ടിവി എന്ന് പറയുന്ന ചാനലിന് ഇതിന് ഉത്തരം തരണം. ചാനൽ തുടങ്ങി റീച്ച് ആവാൻ വേണ്ടി എന്തും പറയാം. ബിക്കോസ് ഓൾറെഡി കണ്ടന്റ് കുറച്ച് എയറിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തും പറയാന്നുള്ള ഇതാണെങ്കിൽ അത് നടക്കൂല. ഞാൻ എന്തായാലും നിയമത്തിന്റെ രീതിയിൽ പോവും. ചാനൽ ഇതിനൊരു ഉത്തരം തരണം. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇതിന്റെ ഒരു FIR സംതിങ് ഇന്നലെ സായിച്ചേട്ടൻ, അതായത് സീക്രട്ട് ഏജന്റ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു.
അതുകൊണ്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ കംപ്ലൈന്റ് ഇവിടെ എത്തിയിട്ടില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. കാരണം ഒരു കാര്യമില്ലാണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഇല്ലെങ്കിൽ സായിച്ചാൽ അത് കിട്ടത്തില്ലല്ലോ. ഇതിന് പിറകെ ഫസ്റ്റിന് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. സഫ എനിക്കെതിരെ ഒന്നും കിട്ടാഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു കള്ള കേസ് കൊടുത്തിട്ട് എന്റെ തലയിലോട്ട് ഇടാൻ നോക്കുകയാണെങ്കിൽ ഈ കേസ് സീരിയസ് ആയിട്ട് തന്നെ എടുക്കും. ഇത് അന്വേഷിക്കണം. കാരണം ഒരാളുടെ പേരിൽ കള്ള കേസ് കൊടുക്കുമ്പോഴത്തേക്കും അതിന്റെ ഭവിഷ്യത്തും കൂടെ ആലോചിക്കണം. പോലീസ് ഇത് കേരള പോലീസ് സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഇത് അന്വേഷിക്കുക. കാരണം ഒരാൾ കള്ള കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്തായാലും ആരെയും മർദ്ദിക്കാനോ അടിക്കാനോ കൊല്ലാനോ പോയിട്ടില്ല. എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം അങ്ങനെ ഒരു സംഭവം ഇല്ലാത്ത കാര്യം കേസ് കൊടുക്കുമ്പോഴത്തേക്കും അതിന് എതിരെ എന്തായാലും ശിക്ഷ ഉണ്ടാവണം. സഫയ്ക്കെതിരെ ഉണ്ടാവണം, ലല്ലുവിനെതിരെ ഉണ്ടാവണം, രണ്ടുപേർക്കെതിരെ ഉണ്ടാവണം. കാരണം ഇവരുടെ നാടകത്തിന് ബാക്കിയുള്ളവരുടെ ഇത് ഇങ്ങനെ വരാൻ പാടില്ല. നാജി ആണേലും ആരാണേലും ഓക്കെ. നാജി ഊബർ ഡ്രൈവറാന്ന് പറയപ്പെടുന്ന ഡ്രൈവർ ഇതുവരെ ഊബർ ഓടിച്ചിട്ടില്ല. എന്നിട്ട് ലാസ്റ്റ് ഇവന്റെ വായിന്ന് എല്ലാ സത്യം എന്റെ അടുത്ത് തുറന്നു പറഞ്ഞപ്പോഴത്തേക്കും എന്നെ ഇതിൽ കൊടുക്കാൻ വേണ്ടി ഇവര് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കേരള പോലീസ് ഇത് സീരിയസ് ആയിട്ട് അന്വേഷിക്കണം. എനിക്ക് ഈ നാജി എന്ന് പറയുന്നത് ഈ സഫയുടെ ഊബർ ഡ്രൈവർ അന്ന് ലല്ലൂമ്പിനെ കുറിച്ചിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പറഞ്ഞപ്പം സഫ പറഞ്ഞൊരു കാര്യമുണ്ട്. ഊബർ ഡ്രൈവറുടെ ഫ്രണ്ട് ആയിരുന്നു ലല്ലൂമ്പി. എന്നെ കൊണ്ടൊന്നും പറയിക്കട്ടെ പെണ്ണുമല്ല നിങ്ങൾ. ഒരു അവിഹിതത്തിൽ തുടങ്ങിയ കഥയാ ഇപ്പൊ ഗുണ്ടായിസം വരെ എത്തിച്ചിട്ടുണ്ട്. ആയപ്പോഴത്തേക്കാണ് ലല്ലു ഊബറായിട്ട് ചാപ്പാൻ്റെ അടുത്ത് പോയിട്ട് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ലല്ലു ഫ്ലാറ്റിലോട്ട് കയറിയിട്ട് മെഹനാസ് വീഡിയോ എടുത്തു. കഴിഞ്ഞ് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്കാണ് ലല്ലു ഓടിയത്. അപ്പൊ ഊബറിന്റെ അവിടെ നാജി വെയിറ്റ് ചെയ്യുക. നാജിക്ക് ഓടാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. നാജി അങ്ങനെ മെഹനാസ് കഴിഞ്ഞിപ്പെട്ട് അത് മെഹനാസ് എന്താ വെച്ച് കഴിഞ്ഞ് നാജിനെ കിട്ടിയിട്ടുണ്ട്. നാജി കൂടെ ഉണ്ട്. നീ ഇങ്ങോട്ട് വാ, നേരിട്ട് സംസാരിക്കാം, വീഡിയോ എടുക്കാം, എല്ലാ കാര്യങ്ങളും ഇവൻ പറയും, ഇവൻ സത്യം പറയുമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് കണ്ടാണ് ഞാൻ ചെല്ലുന്നത്. പക്ഷെ ഈ ഫ്ലാറ്റിന്റെ അവിടെ ഈ വീടിന്റെ അവിടെ ഒന്നുമല്ല. ഞാൻ ചെല്ലുന്ന ഒരു ചായക്കടയുടെ സൈഡിലുള്ള ഒരു സ്ഥലത്താണ്. ചായക്കട ഉണ്ട്, ഒരു പെട്രോൾ പമ്പിന്റെ അവിടെയുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ചട്ടനോട് സംസാരിക്കുന്നത്. അത് ഇവനെന്റെ കൂട്ടുകാരനാ. ഇവന് ഫുഡ് കഴിക്കാൻ പൈസ ഇല്ലെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഫുഡ് കൊടുക്കുന്ന. അപ്പം അല്ല, ഫുഡല്ല, ഞാൻ പൈസ അയച്ചു കൊടുക്കുന്ന ഗൂഗിൾ പേയില്. ഇവൻ എന്നിട്ട് ലല്ലുവിനോട് ബിസിനസ് ചെയ്യാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നായിട്ട് വല്ല കോണ്ടാക്ട് പറഞ്ഞു. അതെനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഇവനിപ്പോ ലല്ലുവിന് വേണ്ടിയിട്ടാണ് ഈ പരാതി കൊടുത്തേക്കുന്നത്. അതായത് ഇവൻ ഇവന്റെ വായിന്ന് എല്ലാ സത്യവും പറഞ്ഞു. ലല്ലുവിന്റെ കൂടെ ചെയ്യുന്ന ബിസിനസ് അവിഹിത ബിസിനസ് ആണോ നാജിയെ? പറഞ്ഞു കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തെന്ന് മനസ്സിലായപ്പോഴാണ് ഇവര് പേടിച്ചിട്ടാവും. ഈ വീഡിയോ ഞാൻ പുറത്ത് വിടുന്നത് പേടിച്ചിട്ടാവും. ഇത്രയും സത്യങ്ങൾ ഇവൻ പറയുന്നുണ്ടല്ലോ, ഊബർ ഓടിച്ചിട്ടില്ല, ജീവിതത്തില്ല, ഒന്നുമില്ല എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. പക്ഷെ ആ ടൈമിൽ അവന്റെ മേത്ത് ഒരു മുറിവും ഇല്ല. അത് കഴിഞ്ഞിട്ട് ഇവന്റെ മേത്ത് മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നുമില്ലെങ്കിൽ ലല്ലു മുറിവാക്കിയിട്ട് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം, കള്ളപ്പരാതി കൊടുക്കാം, മെഹനാസ് ബസ്സിനെ ഉപദ്രവിച്ചതാക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് അവന് ഉപദ്രവിക്കേണ്ട കാര്യമില്ല. ഇവന് വേണ്ടി ഉപദ്രവിക്കുന്നത്. ലല്ലൂബി എന്ന് പറയുന്ന അലവലാതി എന്താണെന്നുള്ള കാര്യം ഫസ്മീന വ്യക്തമായിട്ട് ആൾക്കാരുടെ മുന്നിൽ എത്തിച്ചിട്ടും സഫ എന്ന് പറയുന്ന വ്യക്തിക്ക് അവന്റെ കൂടെ പോവാനാണ് താല്പര്യമെങ്കിൽ അതിനങ്ങ് വിട്ടേക്ക്. ഈ വരാനുള്ളത് വഴി തങ്ങത്തില്ല എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ അനുഭവം വരുമ്പോ പഠിക്കും. അതല്ലെങ്കിൽ ഈ കുഴിന്ന് ചാടി പടുകുഴിയിലോട്ട് പോയി എന്നുള്ള അവസ്ഥയിൽ എത്തുമ്പം കരഞ്ഞു പിഴിഞ്ഞ് എവിടെയെങ്കിലൊക്കെ ഇരുന്നോളും, വിട്ടേക്കണം. ഇനി ഇതിന്റെ പിറകെ പോണ്ട. എന്തേലൊക്കെ ചെയ്ത് അങ്ങ് പടാലടങ്ങി പോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. ഇതുപോലുള്ള ആൾക്കാരൊക്കെ സേഫ് ആക്കാൻ നോക്കിട്ടോ, അല്ലെങ്കിൽ ഞാൻ ഈ കുഴി ചാടിയേ അടങ്ങത്തുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടോ കാര്യമില്ലടേ, വിട്ടേക്കടേ. ഇനി ഇതിന്റെ പിറകെ പോകണ്ട. ഇപ്പോഴുള്ള ഈ കേസ് ഉണ്ടല്ലോ, അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യാൻ നോക്ക്. ഈ ലല്ലുമ്പി എന്ന് പറയുന്ന അലവലാതി എന്തേലൊക്കെ പോയി പടാരടങ്ങട്ടെ എന്ന് വിചാരിക്കും. അവനെ മതിയെന്ന് പറഞ്ഞു നടക്കുന്ന ഇവൾക്ക് അത് മതിയെങ്കിൽ മതി. അനുഭവിക്കുന്നത് സ്വയം ഇരുന്ന് അനുഭവിച്ച് അവസാനം ഇരുന്ന് കരയുമ്പം ആരും കൂടെ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പം അപ്പൊ മനസ്സിലാവും. ശരിയാണ്.